പാട്ട് എവിടെയെങ്കിലും വിഴുങ്ങിപ്പോയത് നിർത്തണ്ട, കണ്ടിന്യൂ ചെയ്യാന്ന്. മെസ്സിനെ ഇഷ്ടം. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ, റൊണാൾഡോ ഫാൻ ഉണ്ടെങ്കിൽ സോറി. പിന്നെ എന്നോടൊന്നും പറയാതെ നനഞ്ഞ തുണി അതുകൊണ്ട് സ്ലിപ്പായപ്പോൾ തല എവിടെ ഇടിച്ചപ്പോൾ ചെറിയൊരു മുറി പറ്റി. അല്ലെങ്കിൽ വല്യച്ഛൻ എന്ന് പറയാം, ഗിരീഷ് പുത്തഞ്ചേരി. എൻ്റെ മുടി ഇങ്ങനെയാവും. ചില സമയത്ത് നല്ല മുടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടായി കൊടുക്കും, നല്ല സ്നേഹമൊക്കെ ആയിരിക്കും. പക്ഷെ ചില സമയത്ത് ഞങ്ങൾ കീരും പാമ്പോ അത്ര ഒന്നുമില്ല, ജസ്റ്റ് ഒരു ചട്ട കിടക്കും. ശ്രീഹരിനൊക്കെ കാണും, ഇപ്പൊ നല്ല വലിപ്പമുണ്ട്. മിത്തുവാ റിച്ചുകുട്ടനാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. മോനെ നമസ്കാരം. ഹലോ. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇപ്പം പാട്ടുകളൊക്കെ നന്നായി പോകുന്നു, പ്രോഗ്രാംസും ഉണ്ട്. ഇപ്പോൾ പുതിയ സിനിമയിലൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. ഇനി ഒന്ന് റിലീസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. പിന്നെ ഒന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് അങ്കിളും കുട്ടികളും സിനിമയാണ്. പിന്നൊരു ഇറങ്ങാനുള്ളതൊരു കൈലാസത്തിൽ അതിഥി പറഞ്ഞ സോങ് ഉണ്ട്, ഒരു മൂവിയിലെ സോങ്ങാണ് പാടിയിട്ടുണ്ട്. ആ പാട്ട് ഓർമ്മയുണ്ടോ? കുറച്ച് ദിവസമായി, ഞാൻ കുറച്ച് മാസമായി പാടുന്നു. ഇപ്പോൾ വർക്കൊക്കെ ചിലപ്പോൾ നടക്കുന്നുണ്ടാവും. രണ്ടുപേരും പാടാവോ? രണ്ടുപേരി എനിക്ക് അതിന് ഓർമ്മയില്ല. എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് പാടും. ഇഷ്ടമുള്ള ഏത് വേണം പാടാം. ഞാനന്ന് ടോപ്പ് സിംഗറിൽ പാടിയൊരു പാട്ട് പാടിയതെയോ? മതി. അല്ല വേണ്ട, ഒരു മലയാളം പാട്ടാടാം, എന്നിട്ട് ടോപ്പ് സിംഗറിൽ പാടാം. പൂത്തു നിന്ന കടമ്പിലേ പുഞ്ചിരി പൂമുട്ടുകൾ ആരാമ പന്തലിൽ വീണു പോയെങ്ങോ, പൂത്തു നിന്ന കടമ്പിലേ പുഞ്ചിരി പൂമൊട്ടുകൾ ആരാമ പന്തലിൻ വീണു പോയെങ്ങോ, മധുരമില്ലാതെ നീ തിരിനാളമില്ലാതെ സ്വർണ്ണമാനുകളും പാടും കിളിയുമില്ലാതെ നീ നീകനായി ഇന്ദിരൻ മുന്നിൽ വന്നു, പനി നീർമണം തൂവുമെൻ തിങ്കളേ, തൂമഞ്ഞിൻ നെഞ്ചിലുതുങ്ങി മുന്നാഴി കനവ്, തേനൂലും സാന്ത്വനമായി ആലോലം കാറ്റ്, സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനിന്നും വന്നു നീ പൂന്തിങ്കളേ, തൂമഞ്ഞിൻ നെഞ്ചിലുതുമ്മി മുന്നാഴി കനവ്, തേനൂലും സാന്ത്വനമായി ആലോലം കാറ്റ്. മോന് മെലഡിയാണോ ഏറ്റവും ഇഷ്ടം? എല്ലാ പാട്ടും ഒരേപോലെ. മെലഡി ഇഷ്ടമാണ്, ഫാസ്റ്റ് നമ്പർ ഇഷ്ടമാണ്. അല്ലാണ്ട് ഒട്ടും ടെൻഷൻ ഇല്ല അല്ലെ പാട്ടൊന്നും പാടാനായിട്ട്? ഇപ്പൊ ഹിന്ദി റിയാലിറ്റി ഷോയിൽ പോയപ്പോ പോലും അവിടുന്ന് ഹിന്ദിയിൽ ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടോ? അപ്പൊ എങ്ങനെയാ ഹിന്ദി പഠിച്ചത്? ഞാൻ ടോപ്പ് സിംഗറിലുള്ള സമയത്താണ് ഞാൻ ശരിക്കും ഹിന്ദി പഠിക്കുന്നത്. കാരണം അവിടുത്തെ TV കാർട്ടൂൺ കണ്ടിട്ടാണ് പഠിച്ചത്. ടോപ്പ് സിംഗർ ഇപ്പം കേരളത്തിലാണ്, മലയാളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് അറിയാം. പക്ഷെ അങ്ങനെയല്ലല്ലോ, കുറച്ചുകൂടി വലിയ സ്റ്റേജാണ്, മുംബൈയിലാണ്, മാറി താമസിക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ടോപ്പ് സിംഗർ റിയാലിറ്റി ഷോ അല്ലേ, അപ്പോൾ അതേമാതിരി തന്നെ ഹിന്ദി കൊടുത്തിട്ടില്ല. പിന്നെ കുറേ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടെ സിംഗിങ്ങിന് ഇമ്പ്രൂവ്മെന്റ് ഹിന്ദി പോയതുകൊണ്ട് തന്നെ ആയിരിക്കും. എന്താ വ്യത്യാസം? ആ വ്യത്യാസം എന്ന് വെച്ചാൽ, അപ്പം നമുക്ക് സാധാരണ എനിക്ക് ടോപ്പ് സിംഗറുള്ള സമയത്ത് അച്ഛനൊക്കെ സഹായിച്ചു തരാം. പക്ഷെ അവിടെ പാരൻസ് സഹായിക്കാൻ പാടില്ല എന്ന് പറയാം. നേരെ തിരിച്ചാ, അവിടെ നമ്മൾ സ്വന്തം ചെയ്യുക. അപ്പം അവർ പറഞ്ഞത് അവർക്കൊരു എന്താ പറയുക, കേട്ടിട്ട് പാടുന്ന ടൈപ്പ് വേണ്ടാന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് നമുക്കിഷ്ടമുള്ള നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കൊടുത്ത് നമുക്ക് ഉണ്ടാക്കാം. അവരോട് നമുക്കത് പാടിക്കൊടുത്താൽ അവരത് ഒന്നെങ്കിൽ അവർ പറയും അത് റെഡി, അല്ലെങ്കിൽ അത് പറയും അത് അങ്ങനെയല്ല,
അങ്ങനെ പാടിയാൽ മതി എന്ന് പറയും. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ പാടും. അതൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ രാവിലെ നമുക്ക് പ്രാക്ടീസൊക്കെ അവർ ചെയ്യിപ്പിക്കും. അപ്പം അത് കാരണം എൻ്റെ സിംഗിങ് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയി. അവിടെ നിന്ന് കിട്ടിയ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഒരു കമന്റ് ഒക്കെ ഏതായിരിക്കും? ഹിന്ദിയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം എന്താ വെച്ചാൽ ഫിനാലേനാണ്. അന്നപ്പം എല്ലാവരും വരുമല്ലോ, നമ്മുടെ കേരളത്തിലുള്ള എൻ്റെ ആൻറ്റിമാർ വന്നിട്ടുണ്ട്, അമ്മയും വന്നിട്ടുണ്ട്, അച്ഛനും വന്നിട്ടുണ്ട്, ചേച്ചിയും വന്നിട്ടുണ്ട്. അപ്പം അവരൊക്കെ കാണുന്നില്ല, കുറേ ദിവസം കഴിഞ്ഞിട്ടൊക്കെ അല്ലേ കാണാം. അപ്പം അന്ന് കൊറോണ ആയതുകൊണ്ട് ഒരു പാരൻറ്റ് മാത്രമേ നിൽക്കാനേ ഉള്ളൂ. അപ്പം ഞാനും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം അവരൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവില്ല. അന്ന് ശ്രീവല്ലി എന്ന സോങ് അല്ലേ, അതിൻ്റെ ഹിന്ദി വെർഷൻ ഞാൻ അവിടെ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് അതിൻ്റെ സിംഗർ ജാവേദ് അലി സാറ് അവിടെ ഉണ്ടായിരുന്നല്ലോ, അന്ന് ജഡ്ജായിരുന്നു. അപ്പോൾ മൂപ്പര് സാറ് അത് വീഡിയോ എടുത്തിട്ട് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ അയച്ചു കൊടുത്തിരുന്നു. അപ്പം സാർ അത് സ്റ്റോറി ഇട്ട് എന്നിട്ട് എന്നെ കാണണം എന്ന് പറഞ്ഞിട്ടൊരു ഇത് ഇട്ടിട്ട് അപ്പോൾ ആ സോങ് ഞാൻ പാടാം. नजरे मिलते ही नजरों से नजरों को चुराए, कैसी हया तेरी जो तू पलकों को झुकाए, रब जो पोशीदा है उसको निहारे तू, और जो गर्विदा है उसको टाले तू, तेरी झलक शर्फी श्रीवल्ली नैना मदक बर्फी, तेरी झलक शर्फी श्रीवल्ली बातें करे जो हर्फी. ഇതാണ് ആ സോങ്. അതുപോലെ ഇനി മിഥുവ പാടിയ സമയത്തല്ലേ അവിടെ മിതാലി രാജ് ഉണ്ടായിരുന്നത്? അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? കമന്റ്സ് ഒക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതും പാടാം. मेरे मनिए बता दे तू किस ओर चला है तू, क्या पाया नहीं तूने, क्या ढूंढ रहा है तू, जो है अनकही जो है अनसुनी वो बात क्या है बता, मितवा कहे धड़कने तुझसे क्या, मितवा ये खुद से तो ना तू छुपा. അടിപൊളി അടിപൊളി. ടോപ്പ് സിംഗർ നോക്കിയിട്ടുണ്ടെങ്കിലേ ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പൊ പാട്ട് പോലും പഠിച്ചു തുടങ്ങാതെയാണ് ഈ ഒരു ടോപ്പ് സിംഗറിലേക്ക് വന്നത്. പക്ഷെ കേരളത്തിലുള്ള എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ ആ ഒരു റിയാലിറ്റി ഷോ കൊണ്ട് പറ്റി. അപ്പോൾ ടോപ്പ് സിംഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂട്ട് അവിടെ ആരോടാണ്? അത് നമ്മുടെ സ്വന്തം ശ്രീഹരിനോട് തന്നെ. അവനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കൂട്ടായിട്ടുള്ള. പിന്നെ ജഡ്ജസിൽ പറയുകയാണെങ്കിൽ എല്ലാവരും ഒരേ മര്യാദ, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഇപ്പൊ ജഡ്ജസിന്റെ ഓരോരുത്തരെ പറയുകയാണെങ്കിൽ അവരുമായിട്ടുള്ള ഏറ്റവും നല്ല ഓർമ്മ പറയാമോ? എല്ലാ ഓർമ്മ വെച്ചാല് ഒരു ദിവസം ഒരു പാട്ട് ഞാൻ പാടി കഴിഞ്ഞ ശേഷം എല്ലാ ജഡ്ജസും സ്റ്റേജിൽ വന്നിരുന്ന്. പിന്നെ അപ്പൊ MJ സാർ ഉണ്ടായോ, എൻ്റെ ജഡ്ജസ്. അപ്പൊ എന്നെ പിടിച്ച് തോളത്ത് കയറ്റി വെക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ്. ഓരോരുത്തരെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ സിത്താര ചേച്ചി അവരൊക്കെ ആയിട്ടുള്ള അവര് പറഞ്ഞിട്ടുള്ള കമന്റ്സ് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള മൊമെന്റ്സിലൊക്കെ മോനെ ഏറ്റവും ഓർത്തിരിക്കുന്നത് എന്താ? കൊറേ ഓർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഇപ്പൊ പറയാന്ന് പറഞ്ഞൂടാ. ഇപ്പൊ 7ാം ക്ലാസ്സിലാണല്ലോ, ക്ലാസ്സിലൊക്കെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ടോ? ക്ലാസ്സിലൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ പോകാൻ പ്രോഗ്രാം ഒക്കെ ആയ സമയത്തല്ലേ, അപ്പൊ പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് തരും, നോട്ട്സ് ഒക്കെ അയച്ചു തന്നിട്ട്. അപ്പൊ ഞാനത് കോപ്പി ചെയ്യും. മുന്നേ ഇങ്ങനെ പറയുന്നത് കേട്ടോ, ആൻസർ ഷീറ്റിൽ എപ്പോഴും ഡാഷ് 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 ആയിരിക്കും. അത് പണ്ട്. ഇപ്പൊ എനിക്ക് ട്യൂഷൻ ടീച്ചർ ഇപ്പൊ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ കുറെ മാറ്റം വെച്ചിട്ടുണ്ട്. ഇമ്പ്രൂവ് ആയി. ഇപ്പൊ കഴിഞ്ഞ 3 മാസം അടുപ്പിച്ച് ക്ലാസ്സിൽ പോകാൻ പറ്റിയെന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. പ്രോഗ്രാംസ് കുറച്ച് അത്യാവശ്യമുള്ളത് മാത്രമേ എടുത്തുള്ളൂ. അപ്പൊ കുറച്ചുകൂടി പഠനത്തിൽ ഫോക്കസ് ചെയ്യാനുള്ള പരിപാടിയാണോ? അപ്പൊ എല്ലാരും പറയുന്നുണ്ട്, ഈവൻ ജഡ്ജസ് വരെ പറയുന്നുണ്ട് ഇപ്പൊ പാട്ടൊക്കെ നല്ലതാണ്, അപ്പൊ പഠനം കൂടെ കുറച്ച് വേണമെന്ന് പറയുന്നുണ്ട്. സ്കൂളുള്ള ഒരു ദിവസമാണെങ്കിൽ രാവിലെയാണോ പ്രാക്ടീസ് ചെയ്യുക, അതോ വൈകിട്ടാണോ പ്രാക്ടീസ് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യും. അപ്പം ചില സമയത്ത് പ്രോഗ്രാം ഒക്കെ ആവുന്നതുകൊണ്ട് എനിക്ക് ചില സമയത്ത് കിട്ടാറില്ല പ്രാക്ടീസ് ചെയ്യാൻ. അല്ലാണ്ട് എനിക്ക് പ്രോഗ്രാമിന് സോങ്സ് ഒക്കെ ഞാൻ സെലക്ട് ചെയ്യും. അപ്പോൾ അതൊക്കെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യും. പിന്നെ സമയം കിട്ടുമ്പോൾ എനിക്ക് സ്കൂളൊക്കെ ഉണ്ടാവുന്ന സമയം ഉണ്ടല്ലോ, ആ സമയത്ത് മൊത്തം പ്രാക്ടീസ് ചെയ്യും. ഇപ്പം ഗുരു ആരാണ്? എനിക്ക് പണ്ഡിറ്റ് രമേശ് നാരായണ സാർ എന്ന് പറഞ്ഞൊരു ഗുരു ഉണ്ട്. പിന്നെ ലൈവായിട്ട് പഠിപ്പിക്കാനും സാറിൻ്റെ അടുത്ത് ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്. പിന്നെ ലൈവും ഓൺലൈൻ ക്ലാസ്സും ആയിട്ട് കോഴിക്കോട് നല്ലൊരു രമ്യ ടീച്ചറും ഉണ്ട്. ഞാൻ ഹിന്ദുസ്ഥാനിയാണ് പഠിക്കുന്നത്.
അപ്പൊ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോ അച്ഛൻ തന്നെയാണോ കൂടുതൽ കൂടെ ഇരിക്കുക? അച്ഛനാണ് സഹായിക്കാറൊക്കെ. അച്ഛന് നല്ല പാട്ടുകാരനാണല്ലേ? അതെ. അച്ഛൻ എപ്പോഴും പാടിത്തരുന്ന ഏതെങ്കിലും പാട്ടുണ്ടോ? ഉണ്ട്. ഒരു തമിഴ് സോങ് ആണ് അച്ഛന്റെ ഫേവറേറ്റ് സോങ്. ഏതാ പാട്ട്? ഇളയനില. അത് രണ്ടൊരു പാടും. ഇളയനില പൊഴിகிறதே இதயம் வரை நனைகிறதே உலா போகும் மேகம் கனா காணுமே விழ காணுமே வானமே இளையநிலா பொழிகிறதே இதயம் வரை നനകിരതേ. മോന്റെ ചില വീഡിയോസിന്റെ ഒക്കെ താഴെ കമന്റ്സ് കാണാം, ഹിന്ദി റിയാലിറ്റി ഷോയിൽ പാടി, കേരളത്തിൽ പാടി, ഇനി ഒരു തമിഴ് റിയാലിറ്റി ഷോയിലൂടെ കാണാൻ പറ്റുമെന്ന്. കാരണം തമിഴ് പാട്ടുകൾ നല്ല ഭംഗിയായിട്ട് പാടുന്നുണ്ടല്ലോ. അങ്ങനെ ഏതെങ്കിലും റിയാലിറ്റി ഷോ വരുന്നുണ്ടോ? എനിക്ക് തമിഴ് അത്ര ഇതില്ല, പിടിയില്ല. അപ്പം പറ്റാണെങ്കിൽ ഞാൻ തമിഴ് റിയാലിറ്റി ഷോയിലും കയറും. അപ്പൊ ഈ തമിഴ് പാട്ടൊക്കെ പഠിക്കുമ്പോ അച്ഛനോട് അർത്ഥം ചോദിക്കാറുണ്ടോ? ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കാറുണ്ട്. അച്ഛന് തമിഴ് ഏകദേശമൊക്കെ അറിയാം. അപ്പം വല്ല സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇളയനിലായിക്കോട്ടെ, അപ്പം ഒരു മീനിങ് എന്താ ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് ഫീൽ ചെയ്ത് പാടാൻ പറ്റും അല്ലേ? അതുപോലെ ഇപ്പം പാടുന്ന സമയത്ത് ഇൻ കേസ് ഒരു വാക്ക് വിഴുങ്ങി പോകുമോ അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റുകയൊക്കെ ചെയ്താൽ സാധാരണ കുട്ടികളാണെങ്കിൽ അവിടെ നിർത്തും, പെട്ടെന്ന് പാനിക്കായിട്ട് പാട്ട് അവിടെ നിർത്തും. പക്ഷെ മോൻ എപ്പോഴും അത് മുഴുവൻ പാടി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതിനുള്ള ഒരു ഗ്രൂമിങ് ആരാ തന്നിട്ടുള്ളത്? അത് എന്റെ ടോപ്പ് സിംഗറിലെ ഗ്രൂമേഴ്സ് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അവരും പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അച്ഛനും പറഞ്ഞു തരാറുണ്ട്, പാട്ട് എവിടെയെങ്കിലും വിഴുങ്ങിപ്പോയത് നിർത്തണ്ട, കണ്ടിന്യൂ ചെയ്യാന്ന്. പിന്നെ അത് മിസ്റ്റേക്ക് പിന്നെ വേറൊരു പാട്ടിൽ നമുക്ക് തിരുത്താനും പറ്റും. അതുപോലെ ഭയങ്കര ലാലേട്ടൻ ഫാൻ ആണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ലാലേട്ടൻ ഫാനാണോ? ആണ്. എപ്പോഴും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ ലാലേട്ടന്റെ? കുറെ സിനിമകൾ എനിക്കിഷ്ടം. കുറെ സിനിമയൊക്കെ കാണുന്ന കൂട്ടത്തിലാണോ? സിനിമ അങ്ങനെ കാണുന്ന കൂട്ടത്തിലല്ല, പക്ഷെ എന്നാലും കാണും. ഇഷ്ടപ്പെടുന്ന സിനിമകളൊക്കെ കാണും. അപ്പൊ അടുത്ത് കണ്ട ഒരു ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? ഇപ്പൊ പ്രോഗ്രാമൊക്കെ ആയതുകൊണ്ട് സിനിമ കാണാറില്ല, പക്ഷെ അടുത്ത് കണ്ടത് എനിക്ക് തോന്നുന്നത് മന്ദാകിനി ആയിരിക്കും. മൂവി കണ്ടു. പിന്നെ ഞാൻ പാടിയ സിനിമ ഞാൻ കണ്ടു, മറ്റേ അങ്കളും കുട്ടികളെന്ന സിനിമയാണ്, അത് കണ്ടു. ഫ്രീ ടൈം കിട്ടുമ്പോ എന്ത് ചെയ്യാൻ ഇഷ്ടം? എന്തെങ്കിലും ഹോബീസ് ഒക്കെ ഉണ്ടോ? ഹോബീസ് എന്ന് പറയാ അങ്ങനെ ഫ്രീ ടൈം എന്ന് പറയുന്ന ഒരു ദിവസം കിട്ടാറില്ല. രാവിലെ സ്കൂളിൽ പോവാ, 7 മണിയാകുമ്പോൾ ബസ് വരും, ബസ്സിന് സ്കൂളിൽ പോകും. പിന്നെ 2 മണിയാകുമ്പോൾ വീട്ടിലെത്തും. പിന്നെ ഒരു മണിക്കൂർ റെസ്റ്റ് ഉണ്ടാവും. അന്നപ്പോൾ വല്ല കളിക്കൊക്കെ ചെയ്യും. അല്ലെങ്കിൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആണോ അതോ ഓൺലൈൻ ഗെയിംസ് അങ്ങനെയാണോ? അല്ല, ഔട്ട്ഡോർ തന്നെ ഉണ്ട്. പിന്നെ ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് കളിക്കാനൊന്നും പോകാൻ പറ്റാറില്ല. സ്പോർട്സിൽ എന്താ ഇഷ്ടം? സ്പോർട്സ് എനിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്. പിന്നെ ഞാൻ സ്കേറ്റ്സ് ചെയ്യും. അതൊക്കെയാണ് പിന്നെ താല്പര്യം. കുറെ നാളായിട്ട് ചെയ്യുന്നുണ്ടോ അതോ പഠിച്ചു വരുന്നതാണോ? കുറെ നാളായിട്ട് ചെയ്യുന്നുണ്ട്. ഫുട്ബോളിലെ ഏറ്റവും ഇഷ്ടമുള്ള പ്ലെയർ ആരാ? മെസ്സിനെ ഇഷ്ടം. എല്ലാവരും ക്ഷമിക്കണം കേട്ടോ, റൊണാൾഡോ ഫാൻ ഉണ്ടെങ്കിൽ സോറി. പാട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മ്യൂസീഷ്യൻ ആരാ? ഇപ്പൊ മ്യൂസിക് ഡയറക്ടേഴ്സിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ കുറച്ചും കൂടെ കൂടുതൽ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് AR റഹ്മാൻ ഇഷ്ടമാണ്. പിന്നെ ലിറിസിസ്റ്റ് പറയുകയാണെങ്കിൽ എൻ്റെ സ്വന്തം അങ്കിള് അല്ലെങ്കിൽ വല്യച്ഛൻ എന്ന് പറയാം, ഗിരീഷ് പുത്തഞ്ചേരി സാർ. അതുമായിട്ടുള്ള ഇപ്പൊ അമ്മയുടെ ബന്ധുവാണല്ലോ, അപ്പൊ അമ്മ എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹത്തെ? എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ അന്ന് അമ്മേൻ്റെ വയറ്റിലാകുന്ന സമയത്തായിരിക്കും അങ്കിള് മരിച്ചുപോയത്. പക്ഷെ ചേച്ചീനെ കണ്ടു, എന്റെ ചേച്ചിനെ കണ്ടിട്ടുണ്ട്. ഞാനും ചില കമന്റ്സിലൊക്കെ കണ്ടിട്ടുണ്ട്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ ബന്ധുവല്ലേ, എങ്ങനെ ഇങ്ങനെ പാടാതിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചിലര്. ഞാൻ കുറച്ച് പകുതി പാട്ടുകളും ടോപ്പ് സിംഗറിലെ വലിയച്ഛൻ തന്നെ എഴുതിയതാണ്. പഴയ കുറെ പാട്ടുകൾ മുമ്പ് പാടി കേട്ടിട്ടുണ്ട്. അപ്പൊ പുതിയതായിട്ടുള്ള പാട്ടുകളെ പറ്റിയിട്ട് പാടാറുണ്ട്, കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു പുതിയ പാട്ട് പാടാം. മധുപകരൂ നീ താരകേ മനസ്സിലെ മോഹം, മധുപകരൂ നീ താരകേ മനസ്സിലെ മോഹം, നീ അധരങ്ങൾ ചേരും നേരം മായികലോകം പുൽകുന്നേ പുന്നാരെ കൊതിച്ചിട്ടും വരാനെന്തേ വൈകിനി, കൊതിച്ചിട്ടും വരാനെന്തേ വൈകിനി, കൊതിച്ചിട്ടും വരാനെന്തേ വൈകിനി, എത്ര
വിളിച്ചിട്ടും വരാതെങ്ങോ നിന്നു നീ. ഓ മധു പകരു നീ താരകേ, മനസ്സിലെ മോഹം നീ, മധു പകരു നീ താരകേ. അടിപൊളി. മുടി എപ്പോഴും ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലിലാണോ കണ്ടിട്ടുള്ളത്? ഇങ്ങനെ മുടി നീട്ടി വളർത്താനാണോ ഇഷ്ടം? മുടി ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്, ഇത് വേഗം വളരുന്നുണ്ട്. എൻ്റെ ആദ്യം മുടി ഇങ്ങനെ അല്ലായിരുന്നു. ഇപ്പം ആദ്യം എൻ്റെ മുടി ഇങ്ങനെയായിരുന്നു. അത് അച്ഛൻ ഓരോരോ പരീക്ഷണങ്ങൾ നടത്തുന്നതായിരുന്നു. അത് പണ്ടത്തെ എന്താ പറയുക, ഫ്രീക്കനായിരുന്നു ഞാൻ. എന്നാൽ ഇങ്ങനെ ഒരു മുടി വെച്ചിട്ട് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു വീണിട്ടൊരു ചെറിയൊരു ഇവിടെ മുറി പറ്റി, ഇവിടെ ചെറിയൊരു കുഞ്ഞു മുറി പറ്റി. അപ്പം അത് പോയി വീണതാണോ? പറയണോ? പറയാം. അത് ഒരു ദിവസം എൻ്റെ ചേച്ചി ഫുഡ് കഴിക്കുന്ന സമയത്ത് തലയിലടിച്ച് ഓടിയതാ. അപ്പം നനഞ്ഞ തുണിയായതുകൊണ്ട് സ്ലിപ്പായപ്പോൾ തല ഇവിടെ ഇടിച്ചപ്പോൾ ചെറിയൊരു മുറി പറ്റി. ചെറുതാകുമ്പോൾ പറ്റിയതാ. കുറച്ച് വലിയ മുറിവുള്ള ചെറിയ മുറിയാ, വേറെ പ്രശ്നമൊന്നുമില്ല. അത്ര സ്റ്റിച്ചൊന്നുമില്ല, അത് കുറച്ചേ ഉള്ളൂ. അപ്പം അങ്ങനെ ആയപ്പോൾ ഇവിടെ ചുഴിവ് വന്നുപോയി. അപ്പം മുടിയെല്ലാം താഴേക്ക് വന്നേ. പിന്നെ എല്ലാവരും ഈ ഹെയർ സ്റ്റൈൽ തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഈ ഹെയർ സ്റ്റൈൽ ഞാൻ ആക്കിയതാണ്. പക്ഷെ ഇതാണ് അതിൻ്റെ സത്യം. ശ്രീഹരിക്കുട്ടനും ഏകദേശം ഇതേപോലത്തെ തന്നെ ഹെയർ സ്റ്റൈലാണല്ലോ. എല്ലാവരും പറയുന്നുണ്ട്. ചില ആൾക്കാർ പറയും ഞങ്ങളെ ഏട്ടനും അനിയനാണെന്ന്, ചില ആൾക്കാർ ഞങ്ങൾ രണ്ടുപേരും ട്വിൻസാണെന്ന്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സാണ്. വീണ കാര്യമൊക്കെ പറഞ്ഞു. അപ്പം വീട്ടിൽ മുഴുവൻ കുരുത്തക്കേടാണോ? അമ്മയുടെ എപ്പോഴും അടിപൊട്ടാറുണ്ട്? ബോറടിക്കുമ്പോൾ ഒരു പ്രാവശ്യം അമ്മേനൊന്ന് ചൊറിയുന്നത് നല്ലതാണ്. അമ്മ എങ്ങനെയാ അപ്പൊ പ്രതികരിക്കുക? നല്ലോണം പ്രതികരിക്കും. അത്ര ഒന്നുമില്ല, ജസ്റ്റ് ഒരു ചട്ട കിടക്കും, പിന്നെ കുറച്ചടി. ചേച്ചിയുടെ കൂടെ ഇപ്പൊ എങ്ങനെയാ? ചേച്ചി ഞങ്ങള് ചില സമയത്ത് നല്ല മുടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടായി കൊടുക്കും, നല്ല സ്നേഹമൊക്കെ ആയിരിക്കും. പക്ഷെ ചില സമയത്ത് ഞങ്ങൾ കീരും പാമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിക്കൊണ്ടിരിക്കും. അമ്മയ്ക്ക് രണ്ടുപേരെ അടക്കി നിർത്താൻ ഭയങ്കര പാടാണ് വീട്ടില്? ഇല്ല, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം രാവിലെ ഒന്ന് എണീറ്റ് കഴിഞ്ഞാൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് സമാധാനം, രണ്ടുപേരും പോയി കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ടിരിക്കാം. പിന്നെ വരുന്ന സമയത്തേ ഉള്ളൂ. അതെ, പിന്നെ വരുന്ന സമയത്തേ പ്രശ്നമുള്ളൂ. മ്യൂസിക്കിൽ എന്തായാലും നല്ലൊരു ഭാവിയുണ്ട്. നല്ലത് പഠിച്ചിട്ട് എന്താവണമെന്ന് ആഗ്രഹം? അങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ. ഞങ്ങള് പഠിച്ചിട്ട് എങ്ങനെ എന്താവണമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഞങ്ങൾ ഇപ്പോഴേ ഞാനും ശ്രീഹരിയും തീരുമാനിച്ചു വെച്ച് എന്താ ഇപ്പം ചെയ്യേണ്ടതെന്നൊക്കെ ഞങ്ങൾ ആദ്യം തീരുമാനിച്ചു വെച്ച്. അതെന്താ തീരുമാനം? ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ പഠിപ്പൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ട്രിനിറ്റി ചെന്നിട്ട് മ്യൂസിക് കോളേജിൽ തന്നെ പഠിക്കുന്നത്, ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നതാണ് ഞങ്ങളുടെ ഇത്. കുട്ടികളുടെ ഒരു ബാൻഡൊക്കെ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഉണ്ടോ? അത് ഉണ്ടായിരുന്നു, പക്ഷെ കൊറോണ സമയത്ത് നിന്നുപോയി. പിന്നെ അത് കേരളാസ് ഫസ്റ്റ് കിഡ്സ് ബാൻഡ് എന്നായിരുന്നു. പക്ഷെ ഇപ്പം ഞങ്ങൾ വലിയതായി പോയിട്ട് കിഡ്സ് എന്ന് പറയാനാവില്ല. ആദ്യം ഞങ്ങൾ ചെറുതായിരുന്നു. ഇപ്പം എല്ലാവരും കാണണം, ശ്രീഹരിനൊക്കെ കാണണം. ഇപ്പം നല്ല വലിപ്പമുണ്ട്, എന്നെക്കാട്ടും വലിപ്പമുണ്ട്. ഞാൻ മാത്രമേ ഇപ്പം ചെറുതായിട്ട് നിൽക്കുന്നുള്ളൂ. അപ്പൊ ആ ബാൻഡ് ഇനിയും വീണ്ടും വരുമോ? അതൊന്നും അറിഞ്ഞുകൂടാ. പറ്റാണെങ്കിൽ തിരിച്ചു വരാൻ ശ്രമിക്കും. ഇപ്പൊ ഓണമൊക്കെ അടുത്ത് വരികയാണല്ലോ. സാധാരണ ഓണം എങ്ങനെയാ ആഘോഷിക്കാറ്? ഇപ്പം റിയാലിറ്റി ഷോയിലൊക്കെ ആണെങ്കിൽ അവിടെ ആയിരിക്കുമല്ലോ ഓണം. വീട്ടിലാണെങ്കിലും ടോപ്പ് സിംഗറുള്ള സമയത്ത് ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഓണത്തിനന്ന്. അപ്പം അത് അടിപൊളിയായിരുന്നു. ലാലേട്ടൻ ഞങ്ങളോട് സദ്യ കൊണ്ട് എന്നിട്ടാണ് സാവധാനമാണ് പോയത്. പിന്നെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മക്കളും ഇവരൊക്കെ വരില്ല. അപ്പം അടിപൊളിയായിരിക്കില്ല, എല്ലാവരും ഉണ്ടാവും. അപ്പം ഓണം പൂക്കളൊക്കെ ഇടും. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ടോപ്പ് സിംഗർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും ഓണത്തിനൊന്നൊരു ഗെറ്റ് ടുഗദർ നടത്താറുണ്ട് എല്ലാ വർഷവും. അപ്പോൾ ഈ കൊല്ലം ഉണ്ട്. ഇനി 22-ന് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ പരിപാടികൾ ആ ഗെറ്റ് ടുഗദറിൽ സംഘടിപ്പിക്കുക? ഞങ്ങള് ഗെറ്റ് ടുഗദറിൽ പാട്ടുണ്ടാവും, ഡാൻസ് ഉണ്ടാവും, അമ്മമാരുടെ എന്താ പറയാ തിരുവാതിര ഉണ്ടാവും. പിന്നെ അച്ഛന്മാരുടെ ലുക്ക് ഡാൻസ് ഉണ്ടാവും. പിന്നെ അച്ഛന്മാരായിട്ടുള്ള ഡാൻസ് ഒക്കെ ഉണ്ടാവും. ഞങ്ങളുടെ ഡാൻസ് ഉണ്ടാവും, പാട്ട്, അങ്ങനെ അടിച്ചു പൊളിക്കും. ഇഷ്ടമുള്ള ഒരു അടിപൊളി പാട്ട് കൂടെ പാടാം. ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് വേണം, ഒരു ഹിന്ദി സോങ് ആയിട്ട് പാടാം. ഹിന്ദി വേണോ തമിഴ് വേണോ? ഏതാണെങ്കിലും ഹിന്ദി വേണം. എന്നാലും അഭി മുझ में कहीं बाकी थोड़ी सी है जिंदगी जगी धड़कन नहीं जाना जिंदा हूँ मैं तो अभी कुछ ऐसी लगन इस लम्हे में है, ये लम्हा कहाँ
खुशियाँ चूम लूं या रो लूं जरा, मर जाऊं या जी लूं जरा, हो अभी मुझ में कहीं बाकी थोड़ी सी है जिंदगी. അപ്പൊ എന്തായാലും ഭാവിയിൽ കൂടുതലും മികച്ച പാട്ടുകൾ പാടാൻ പറ്റട്ടെ, ഇഷ്ടമുള്ളവരൊക്കെ ജീവിക്കാൻ പറ്റട്ടെ. എന്തായാലും ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു. താങ്ക് യു.